ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നിൽക്കുന്ന ട്യൂലിപ്സ് ഗാർഡനിലാണ്. എത്ര ഭംഗിയാണ്, നിങ്ങൾ നോക്കി. ഡിഫറെന്റ് കളേഴ്സില് നല്ല രസമുള്ള പൂക്കളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. ഈ ട്യൂലിപ്സിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വരത്തുള്ളൂ. പക്ഷെ ഈ ട്യൂലിപ്സ് ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു വരുന്നത്. ഞാൻ ഈ ട്യൂലിപ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഭംഗിയായി നിൽക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ട്യൂലിപ്സിന്റെ വലിയ സ്റ്റോറി പറയാറുണ്ട്. ജയിച്ച സ്റ്റോറി, സാഹചര്യങ്ങളെ എതിർത്ത് വന്ന സ്റ്റോറി, തന്നെ പലപ്പോഴും ചവിട്ടി താക്കാൻ ആൾക്കാരുണ്ടായിരുന്നപ്പോഴും അതിന്റെ ഒക്കെ മുമ്പിൽ കയറി വന്നൊരു സ്റ്റോറിയാണ് ട്യൂലിപ്പിന് പറയാനുള്ളത്. ഈ ട്യൂലിപ്സ് യഥാർത്ഥത്തില് ഒരു വർഷം വരുമെന്ന് ഞാൻ പറഞ്ഞു. ഭൂമിയുടെ അടിയിലാണ് അതിന്റെ ആ വിത്ത് ഇരിക്കുന്നത്. അതിനു മുമ്പിൽ ഒരുപാട് മണ്ണും ചെളിയും എല്ലാം ഉണ്ട്. ഈ സമ്മർ വരുമ്പോ വലിയ ചൂടുണ്ട്. ആ ഭയങ്കര ചൂട് അതിനെ നശിപ്പിച്ച് കളയും. പിന്നെ വിന്ററിലുള്ള ഭയങ്കര തണുപ്പും സ്നോ ബോൾസും അതിനെ നശിപ്പിച്ച് കളയും. പക്ഷെ ഇതിനെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പുറമേ നോക്കുമ്പം ഈ ഒരു വർഷം നമ്മൾ നോക്കുമ്പം പുറമേ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതിന്റെ ഉള്ളിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ട്യൂലിപ്സ് പറയും, എന്റെ സാഹചര്യം എല്ലാം എതിരാണ്, എന്നെ ആരും അപ്ലിഫ്റ്റ് ചെയ്യാൻ വരത്തില്ല, എന്നെ ആരും എൻകറേജ് ചെയ്ത് പൊങ്ങി വരാനെന്ന് പറഞ്ഞ് ആരും വരത്തില്ല. പക്ഷെ ഞാൻ തന്നെ റെഡിയാകുവാണ് അതിന്റെ അടവില്. അതിന്റെ സമയം വരുമ്പോൾ ഒരു നമുക്ക് പറയാം സ്പ്രിംഗ് ടൈമിലാണ് നോർമലി വരുന്നത്. ആ ചെറിയൊരു വെയില് വരുമ്പോൾ അത് തന്നെ വെളിയിൽ അതിന് മുള പൊട്ടി വെളിയിൽ വന്ന് മനോഹരമായ പൂക്കളാക്കി നമ്മുടെ കണ്ണുകൾക്ക് ആകർഷവും ഇമ്പവും ആക്കി തീർക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. പല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് എതിരായിരിക്കും, തണുപ്പായിരിക്കും, ഒരു ഹോപ്പും പ്രത്യാശയും ഇല്ലാത്ത അവസരങ്ങളും ഒക്കെ ആയിരിക്കും. നമ്മളെ ആരും എൻകറേജ് ചെയ്യത്തില്ല, ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു തരാൻ ഒരു വ്യക്തി പോലും കാണത്തില്ല. എന്നാൽ അങ്ങനെ ആ അവസരത്തിൽ കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ട്യൂലിപ്സിനെ നിങ്ങൾ ഓർത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ തന്നെ കയറി വരുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കീപ് ഗോയിങ്, കീപ്